അവൾ എത്ര വലിയ ഇബാദത്തുള്ളവളാണെങ്കിലും അവളുടെ അമലുകളെ അല്ലാഹു പൊളിച്ചു കളയും. ഒരുപാട് നിസ്കരിച്ചവളാണ്, ഒരുപാട് തഹജ്ജുദ് നിസ്കരിച്ചവളാണ്, ഒരുപാട് ളുഹാ നിസ്കരിച്ചവളാണ്, അവളുടെ ജീവിതത്തിൽ ഒരുപാട് ഇബാദത്തുകൾ അവൾ എടുത്തു. പക്ഷേ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു വേള പറഞ്ഞു, ഇന്നമൽ മാലുലി വലാ മാലലക, താൻ ആടവേ, നിങ്ങൾ ഒന്നും കൊണ്ടല്ലല്ലോ വന്നത്, എല്ലാം എന്റെ ഉപ്പ ഉണ്ടാക്കിയിട്ടതല്ലേ, അതിൽ വന്ന് നിങ്ങൾ അനുഭവിക്കുകയല്ലേ, അതെല്ലാം നിങ്ങളുടെ പേരിൽ അങ്ങോട്ട് പ്രമാണം ചെയ്ത് തന്നില്ലേ എന്നൊരു ഭാര്യ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ മക്കൾക്ക് ഡൊണേഷൻ കൊടുക്കുന്ന വിഷയത്തിലാകട്ടെ, ഏത് വിഷയത്തിലാകട്ടെ, ഭാര്യ ഭർത്താവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ വലത്തെ കയ്യിൽ തസ്ബീഹും ഇടത്തെ കയ്യിൽ ഖുർആനുമായി ഇരുന്നിട്ട് കാര്യമില്ല സഹോദരി, എന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് മോശമായിട്ടൊന്നും പറയാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു നിന്റെ അമലുകൾ മുഴുവനും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്റെ സഹോദരിമാരെ, നാവ് കൊണ്ടുള്ള പീഡനം അവസാനിപ്പിക്കണം. ഒന്നാമത്തെ വിഭാഗം അതാണ്. രണ്ടാമത്തെ വിഭാഗം ഏതാ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് രണ്ടാമത്തെ വിഭാഗം. ഒന്നാമത്തെ വിഭാഗം പറഞ്ഞു ഭർത്താവിനെ നാവ് കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന പെണ്ണാണ്. രണ്ടാമത്തെ വിഭാഗം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ഇംറഅത്തുൻ ലാ തസ്തുറു നഫ്സഹാ മിനർ റിജാൽ വതഖ്റുജു മിൻ ബൈതിഹാ ബിഗൈരി ഇദ്നി സൗജിഹാ. രണ്ടാമത്തെ വിഭാഗത്തെ അല്ലാഹുവിന്റെ റസൂൽ എന്നുമ്പോൾ അവൾക്ക് രണ്ട് സ്വഭാവമാണ്. ഒന്നാമത്തെ സ്വഭാവം ഏതെന്നറിയോ? അവൾ അന്യപുരുഷന്മാരുടെ മുമ്പിൽ അവളുടെ ശരീരത്തെ പ്രദർശിപ്പിക്കുന്നവളാ. മരാമ പെണ്ണിനെ പോലെ ലജ്ജിപ്പിക്കുന്ന രീതിയിൽ ഫാഷൻ പരേഡ് നടത്തുന്ന പെണ്ണാ. ശരീരത്തിന്റെ എല്ലാ ഭാഗവും പുറത്തു വെച്ചുകൊണ്ട് നടക്കുന്ന പെണ്ണാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന പെണ്ണേ, നീ നരകത്തിലാണ്, സംശയമില്ല, നരകത്തിലാ. എന്റെ സഹോദരിമാരെ, രണ്ടാമത്തെ സ്വഭാവം അല്ലാഹു ഈ രണ്ടാമത്തെ വിഭാഗ സ്ത്രീക്ക് പറഞ്ഞത് തഖ്റുജു മിൻ ബൈതിഹാ ബിഗൈരി ഇദ്നി സൗജിഹാ. ഭർത്താവിന്റെ അനുവാദമില്ലാതെ വീട് വിട്ടു പുറത്തു പോകുന്നവളാ. ഭർത്താവ് അറിയുന്നില്ല എവിടെയാണ് പോകുന്നത്. അത് അയൽക്കൂട്ടത്തിനാകട്ടെ, തൊഴിലുറപ്പിന്റെ പണിക്കാകട്ടെ, അത് എവിടെയാകട്ടെ എന്റെ സഹോദരിമാരെ, നിന്നെ പോറ്റി വളർത്തുന്ന നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് സൗദിയിലാകട്ടെ, മസ്കറ്റിലാകട്ടെ, കുവൈറ്റിലാകട്ടെ, അബുദാബിയിലാകട്ടെ, ദുബായിലാകട്ടെ, ഷാർജയിലാകട്ടെ, എവിടെയാകട്ടെ, ആ ഭർത്താവ് നാട്ടിലില്ലെങ്കിലും ഉണ്ടെങ്കിലും ശരി തന്നെ അവന്റെ അനുവാദമില്ലാതെ പുറത്തു പോകല്ലേ. നിങ്ങൾ പറയും ഉസ്താദേ, ആഴ്ചയിൽ ഒരു ദിവസമാണ് മൂപ്പിലെ വിളിക്കുന്നത്, എന്നാൽ ആ ആഴ്ച ചോദിച്ചു വെച്ചോ, ഇല്ലെങ്കിൽ എന്തിനാ പോകുന്നതിന്റെ സഹോദരി? പോകാൻ പാടില്ല. ഭർത്താവിനെ ആദരിക്കേണ്ടവനല്ലേ, ഭർത്താവ് ആദരിക്കപ്പെടേണ്ടവനാ. അവന്റെ അനുവാദമില്ലാതെ പുറത്തു പോകാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ രണ്ടാമത്തെ വിഭാഗത്തെ പറഞ്ഞത് അവൾ അനുവാദമില്ലാതെ പുറത്തു പോവുകയും ശരീരം മറക്കാത്ത പെണ്ണാ. എന്റെ സഹോദരങ്ങളോട് പറയട്ടെ, ഇന്ന് ഡൽഹിയിൽ പോലും സ്വതന്ത്രാനന്തര ഭാരതം കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റ് ഡൽഹിയിൽ നടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പെണ്ണിനെ കാമകസ്വലന്മാര് 7ഓളം വരുന്ന ചെറുപ്പക്കാർ ആ പെണ്ണിനെ ചുട്ടരിക്കുമ്പോൾ, കൊന്നുകളയുമ്പോ എന്റെ സഹോദരങ്ങള്, പാറി പറക്കുന്ന പ്രാഗപ്പിൽ പറവയുടെ ചിറകറ്റു വീണ് മരിച്ചുപോയ പേരറിഞ്ഞുകൂടാത്ത എല്ലാ രാജ്യത്തിന്റെ മുമ്പിലും ഈ ഇന്ത്യക്ക് നാണക്കേടുണ്ടാക്കി വെച്ച ചൈനീസ് മന്ത്രാലയം പോലും ചൈനീസ് യുവതികളോട് പറഞ്ഞത്, ഇന്ത്യയിൽ വന്ന ചൈനീസ് യുവതികളോട് ചൈനീസ് മന്ത്രാലയം പറഞ്ഞത്, പൊന്നുമക്കളെ, ഇന്ത്യ എന്ന് പറയുന്ന ബലാത്സംഗത്തിന് പേര് കേട്ട നാടാ, അതുകൊണ്ട് സൂക്ഷിച്ച് ഡൽഹിയിലൂടെ നടക്കണേ, നിങ്ങളുടെ മാനവും കൊണ്ട് തിരിച്ചു വരണേ എന്ന് ചൈനീസ് മന്ത്രാലയം ചൈനീസ് യുവതികളെ ഇന്ത്യയിലുള്ള യുവതികളോട് പറഞ്ഞെന്ന് പത്രത്തിൽ വാങ്ങിച്ചെങ്കിൽ ലോകത്തെ നാണം കെട്ടില്ലേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാനെന്ന് പറയട്ടെ, ആ പാവപ്പെട്ട സഹോദരിയെ ക്രൂരമാകിട്ട് കൊന്നുകളഞ്ഞ ഈ കാവാലികന്മാരെ എന്ത് ചെയ്താലും പ്രശ്നമല്ല. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാകണം, അതിന്റെ പേരിൽ വഴിയോരങ്ങളിൽ പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റിന്റെ ശൃംഖലയിൽ വന്ന പെണ്ണുങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രമെങ്ങനാ എന്റെ സഹോദരിമാര് കണ്ടില്ലേ? ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങുമ്പോ ഏത് പുരുഷനാ ഒന്ന് നോക്കാത്തത്, ഏത് പുരുഷനാ പെണ്ണിനെ കയറി പിടിക്കാത്തത്? ഈ രീതിയിൽ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ കൊണ്ട്, എന്നാലും മറഞ്ഞോ ഇല്ല. ഈ രീതിയിൽ വസ്ത്രം
വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങിയ അള്ളാന്റെ റസൂല് പറയുന്നു, പെണ്ണേ നരകത്തിലാ സംശയമില്ല. അള്ളാന്റെ സ്വർഗം നിനക്ക് നിഷിദ്ധമാ. അള്ളാന്റെ സ്വർഗത്തിന്റെ പരിമളം നിനക്ക് നിഷിദ്ധമാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞിരുന്നാ, ഞാനൊരു വിഭാഗത്തെ കാണാതിരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി പറഞ്ഞെങ്കിലോ ആ വിഭാഗം ഏതെന്നറിയോ? അള്ളാന്റെ റസൂല് പറഞ്ഞ ലമ്മറഹുമാ, ഞാൻ കണ്ടിട്ടില്ല, അതല്ലെങ്കിൽ കാണാതിരിക്കട്ടെ എന്ന് പറഞ്ഞ രണ്ട് വിഭാഗത്തിൽ ഒരു വിഭാഗം ഏതെന്നറിയോ? നിസാഉനർ, എന്റെ സഹോദരിമാരെ, നിങ്ങളാണ്. കാസിയാത്തുൻ, വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ ആര്യ, അവര് പരിപൂർണ്ണ നഗ്നരാ. എന്റെ സഹോദരങ്ങളെ കണ്ടിട്ടില്ലേ? കടയിലെ അലമാരയിൽ പലകാരം ചുട്ടുവെച്ചിരിക്കുന്നത് പോലെ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ, പക്ഷേ ശരീരഭാഗങ്ങൾ പുറത്ത് കാണിച്ചുകൊണ്ടോ പുറത്തൂടെ ഇറങ്ങി നടക്കുമ്പോ, മാർക്കറ്റിലൂടെ ചാനം ചെറിഞ്ഞും നടക്കുമ്പോൾ എന്റെ ഉമ്മ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, അതുവഴി ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ വികാരം ഇളക്കി വിടുമാറ് നീ ശരീരം തുറന്നിട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞ പൊങ്ങളെ നീ വ്യഭിചാരിണിയാണ്. മാത്രമല്ല നിന്നെ അല്ലാഹുവിന്റെ റസൂല് കാണാതിരിക്കട്ടെ എന്ന് ദുആരുന്നു. പരിശുദ്ധമായ റൗളയിൽ ചെന്നിട്ട് സൗരഭ്യം റൗള ചൊരിയേട്ടേ, സായൂജ്യം പിന്നിൽ നിറയേട്ടേ. മദീനയുടെ മണവാളൻ അന്ത്യവിശ്രമം കൊള്ളുന്ന റൗള ശരീഫിന്റെ മുമ്പിൽ പർദ്ദ ധരിച്ച് തസ്ബീഹുമായിട്ട്, സോക്സ് ധരിച്ചിട്ട്, കയ്യുറ ധരിച്ചിട്ട്, മഫ്ത ധരിച്ചിട്ട് എന്റെ പെങ്ങളെ റൗള ശരീഫിന്റെ മുമ്പിൽ പോയി നല്ലതുപോലെ പൊട്ടിക്കരഞ്ഞ് സലാം പറഞ്ഞിട്ട് തിരിച്ച് നീ കരിപ്പൂര് വന്നാൽ, നെടുമ്പാശ്ശേരിയിൽ വന്ന, തിരുവനന്തപുരത്ത് വന്നിറങ്ങിയാൽ എന്റെ മോളെ നിന്റെ വീട്ടിലോട്ട് വരുന്നത് പിന്നെങ്ങനാ? മദാമ പെണ്ണിനെ പോലെ ലജ്ജിപ്പിക്കുന്ന രീതിയില് പാശ്ചാത്യ പെങ്ങൾ അടിവസ്ത്രമായി ഉപയോഗിക്കുന്നത് മേൽവസ്ത്രമാക്കി കൊണ്ട് ധരിച്ചു നടക്കുമ്പോ സഭ്യതയില്ലാത്ത വാക്ക് പറഞ്ഞു എന്നാരും ചിന്തിക്കല്ലേ. എന്ന സഹോദരിമാരെ പോക്ക് വല്ലാത്ത പോക്കാ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നീ സലാം പറഞ്ഞ പൊന്നാര നബിയില്ലേ, നിന്നെ കാണാതിരിക്കട്ടെ എന്ന് ദ്വാരെന്നെങ്കിൽ എന്റെ പൊന്നുമോളെ തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അങ്ങനെ ഏതെങ്കിലും ഒരു സ്ത്രീ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ നോക്കിയവനെ അല്ലാഹു ശപിക്കുന്നു, നോക്കപ്പെട്ടവളെയും അല്ലാഹു ശപിക്കുകയാണ്. വസ്ത്രം മാന്യമായി ധരിക്കാതെ പുറത്തിറങ്ങുമ്പോൾ നാണക്കേടുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടിറങ്ങിയാൽ ചെറുപ്പക്കാരിങ്ങനെ നിന്നെ നോക്കി നിൽക്കും, വായി നോക്കി നിൽക്കും. അതാണല്ലോ റസൂലുള്ളാഹി പറഞ്ഞു, ലോകം അവസാനിക്കുമ്പോൾ കുറെ ചെറുപ്പക്കാർ വരും, അവരുടെ ഖിബില എന്ന് പറഞ്ഞാൽ അവരുടെ ഖിബില, അവരുടെ കേന്ദ്രം ആരായിരിക്കുമെന്നറിയോ? നിസാഉഹും, നബി മുഹമ്മദ് മുസ്തഫ. ചെറുപ്പക്കാര് വായി നോക്കി നിൽക്കുന്ന പെണ്ണിലേക്കാ നോക്കി നിൽക്കുക. ഈ ഒരു സാഹചര്യം, അതിന് ആരാ കാരണക്കാര്? സഹോദരിമാരെ, നിങ്ങളെ തൊട്ടാൽ ലോകമുടങ്ങും, നിങ്ങളെ തൊട്ടാൽ പ്രതിഷേധം, നിങ്ങളെ തൊട്ടാൽ നിയമപാലകരും കേന്ദ്രങ്ങളിലെ ഭരണകർത്താക്കളും സ്ത്രീശക്തിവാദികളൊക്കെയും നിങ്ങൾക്ക് അനുകൂലമാണ്. പക്ഷേ നിങ്ങൾ നല്ലതുപോലെ നടക്കുന്നില്ലല്ലോ. അതെന്താ നിങ്ങൾ ചെയ്യാത്തത്? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, രണ്ടാമത്തെ വിഭാഗം ആ വിഭാഗം. ഇന്ന് സഹോദരിമാര്, ഞാൻ ഔറത്ത് മറയ്ക്കുന്ന വിഷയത്തിനെ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്കത് ഇഷ്ടപ്പെടാതെ എങ്കിലും ഞാൻ പറയും. പക്ഷേ ഈ സരസിനെ മാനിച്ചുകൊണ്ട് ഞാനത് വളരെ വിശാലമായി ഞാൻ പറയുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് സഹോദരിമാര് മനസ്സിലാക്കിയിട്ടുള്ള ഔറത്ത് ഏതാ? ഉസ്താദ്, ഞങ്ങൾ ഔറത്ത് മറച്ചിട്ടുണ്ട്. എവിടെ മുതലാ? കഴുത്തിന് താഴോട്ട്. അവര് പറയുന്നത് തലമുടി. അത് എന്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് അബുദാബി നയിച്ച ബോയാണ്, അത് തലയിൽ വെച്ചുകൊണ്ട് നടക്കുമ്പോൾ എല്ലാവരും ഒന്ന് കാണട്ടെ, അതുകൊണ്ട് എങ്ങനെ തലമറക്കുക? അല്ലെങ്കിലും എന്നെ പോലെ തലമുടിയുള്ള നിതംബം വരെ കാർക്കൂന്തൽ ഇങ്ങനെ കിടക്കുന്ന ഈ തലമുടി ലോകത്ത്, ഈ നാട്ടിൽ വേറെ ഒരു പെണ്ണുങ്ങൾക്കില്ല, അതുകൊണ്ട് എല്ലാവരും ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സഹോദരി തലമറയ്ക്കാതെ നാണം കെട്ട രീതിയിൽ പുറത്തിറങ്ങി നടന്നാൽ, സഹോദരിമാരെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരുടെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല. നമ്മളെ സംരക്ഷിക്കാൻ അല്ലാഹു തആല മാലാഖമാരെ തയ്യാറാക്കിയിരിക്കുകയാണ്. ഒന്നും രണ്ട് മലക്കുകളല്ല, അല്ലാഹുവിന്റെ കോടിക്കണക്കിന് മാലാഖമാരിൽ ഒരു വിഭാഗത്തിന്റെ പേര് അൽ മലായികത്തുൽ ഹഫള എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷന്റെ മാലാഖമാർ എന്നാണ്.
വിശ്വാസികളെ വിശ്വാസിനികളെ സംരക്ഷിക്കേണ്ട ചുമതലയുള്ള മാലാഖമാരാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്റെ സഹോദരിമാരെ, റഹ്മത്തിന്റെ മലക്കുകൾ എടുക്കൂല. അള്ളാന്റെ റഹ്മത്തിന്റെ മലക്ക് വേണ്ടേ, അതല്ലെങ്കിൽ പിശാചിന്റെ കരവലയത്തിലാകും മോളെ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവാചകന്റെ പ്രബോധനത്തിന്റെ പ്രഥമഘട്ടത്തില് റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റളിയല്ലാഹു തആല അൻഹ ശബ്ദയോടെ കേൾക്കണേ. ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ മുമ്പിൽ റസൂലുള്ളാഹി ഓടി വരികയാണ്, പേടിച്ചു വിറച്ച്. ഹിറാ ഗുഹയിൽ നിന്ന് പേടിച്ചു വിറച്ചുകൊണ്ട് റസൂലുള്ളാഹി ഓടി വന്നത് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജയുടെ അടുക്കലാണ്. സമ്മിലൂനി യാ ഖദീജ, ഖദീജ പുറപ്പെട്ടു മൂടി, ഞാൻ വല്ലാതെ വിറയ്ക്കുന്നു, പനിക്കുന്നു എന്ന് പറഞ്ഞ് പേടിച്ചു വരണ്ടോടിയ റസൂലുള്ളാഹി വീടിന്റെ ഉള്ളറകളിൽ വന്ന സാന്ത്വനത്തിന്റെ വാക്ക് നേടിയത് ഭാര്യയിൽ നിന്നാണ്. ആ ഭാര്യ ആശ്വസിപ്പിച്ചു, നബിയേ അല്ലാഹു അങ്ങേ പാഴാക്കൂല, അല്ലാഹു അങ്ങേ പാഴാക്കൂല, സമാധാനപ്പെടും നബിയേ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ഒരു അവസരത്തിൽ പറഞ്ഞു, നബിയേ എനിക്കൊരു ആഗ്രഹമുണ്ട്, ആ ആഗ്രഹം നിങ്ങൾ സാധിപ്പിച്ചു തരണം. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്ത് ആഗ്രഹമാണ് നിനക്കുള്ളത്? ഭർത്താക്കന്മാര് ഭാര്യമാരുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കേണ്ടവരാണ്. അവരെന്തു പറഞ്ഞാലും കേൾക്കണമെന്നല്ല, അവര് പറയുന്ന ന്യായമായുമുള്ള കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കേണ്ടത് ഭർത്താവിന്റെ കടമയാണ്.